വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മണ്ഡലകാലം തുടങ്ങുകയായി. വൃശ്ചികം 1-ാം തീയതി വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാവർക്കും ഒരുപോലെ പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല ശബരിമല. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഭഗവാനെ വിളിക്കാം, ഭഗവാനെ പ്രാർത്ഥിക്കാം, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം അല്ലേ. കലിയുഗ വരദനാണ് അയ്യപ്പസ്വാമി. ഈ ഒരു കലികാലത്തിൽ നമുക്കൊക്കെ അറിയാം, നാമജപങ്ങളെക്കാൾ പ്രാധാന്യം വേറെ ഒന്നിനുമില്ല. അത്രയേറെ വിശേഷമാണ് നാമജപത്തിനുള്ളത്, അത്രയേറെ പുണ്യമാണ് നമുക്ക് നാമജപം കൊണ്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലിരുന്നു കൊണ്ട് വളരെ ശുദ്ധ വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു 41 ദിവസം മണ്ഡലക്കാലം മുഴുവനൊന്ന് ഭഗവാനെ വിളിച്ച്, പ്രത്യേകിച്ചും അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി നമ്മൾക്ക് വളരെ നല്ലൊരു പാത തുറന്നു കിട്ടും നമ്മുടെ മുമ്പിൽ. ശനിദോഷം അനുഭവിക്കുന്നവരാവട്ടെ, എന്തെന്ത് പീഡകൾ